ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു. ആദ്യം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ന് ഇലക്ഷന് മുമ്പ് 4 മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ. അതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാര് വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല, കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാൻ ആണോ? അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തുന്നത്? ഇത് രാഷ്ട്രീയം ഇതിലുണ്ട്, ഇത് സർക്കാർ പരിപാടിയാണ്, ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. മുഖ്യമന്ത്രി ഇതിനെ വെറുതെ ഒരു വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനഃപൂർവ്വം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കരുത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരാധനയുടെ ഭാഗമാണെന്ന്. ഞാന് എല്ലാ ബഹുമാനത്തോടും പറയുന്നത്, മുഖ്യമന്ത്രി ഒരു ദൈവവിശ്വാസിയല്ല, മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതിൽ 99% വിശ്വാസികളാണ്. അപ്പോ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായ ഒരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMKയിലും വിളിക്കരുത്. ഭക്തന്മാര് ഞങ്ങളാണ്, ഞങ്ങൾ പറയുമ്പോ അതിനെക്കുറിച്ച് കേൾക്കുക, ഞങ്ങളുടെ സെൻസിറ്റിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു വിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഈ പ്രോഗ്രാം നടത്തേണ്ടത്? അല്ല, ഇതും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. എന്തിന് MK സ്റ്റാലിൻ അടക്കമുള്ളവരെ ഇതിലേക്ക് ക്ഷണിച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ